കെവിന്റെ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പ്രചരണമുണ്ട്. വ്യാജ വാർത്തയാണ്. വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെവിന്റെ പിതാവിന്റെ വാക്കുകൾ നമുക്കൊന്ന്. നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചതാണ് ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ വീട്ടവരോട് തന്നെ ചോദിക്കുക. ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കുക. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ കൊടുക്കുന്നത്. നീനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. നീനുവിനെ കെവിന്റെ പിതാവ് വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? 4 ലൈക്കിന് വേണ്ടിയിട്ട്, 4 ഷെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ആ നീനു എന്ന ആ പെൺകുട്ടിയുടെ മനസ്സിനെയും സ്വന്തം മകൻ കൊല ചെയ്യപ്പെട്ടു പോയ ആ പിതാവിൻ്റെയും മനസ്സിനെയും ആ കുടുംബത്തിൻ്റെ മനസ്സിനെ വീണ്ടും നിങ്ങൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലപാതകമായ കെവിന്റെ കൊലപാതകം, ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി വന്ന ആ നീനു, കെവിനൊപ്പം ഉറച്ചു നിന്നുകൊണ്ട് നീനുവിൻ്റെ വീട്ടുകാർ കൊന്നുകളഞ്ഞ ആ കെവിന്റെ പ്രിയതമ, ആ പെൺകുട്ടിയെ കെവിന്റെ പിതാവ് വിവാഹം കഴിപ്പിച്ചയച്ചു എന്നും പറഞ്ഞൊരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? നാളെ നിങ്ങളുടെ സഹോദരിയെയും അമ്മയും ഒക്കെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് അയച്ചു, അവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് വരെ നിങ്ങൾ കുറിപ്പെഴുതി നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിങ്ങൾ ഒട്ടിക്കും. 10 ലൈക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് കാണിക്കും. അത്തരം തരംതാണ പരിപാടികൾ കാണിക്കും. ഇന്നും നീനു കെവിൻ്റെ സ്വന്തം നീനുവായി തന്നെ തുടരുകയാണ്. ഇനി നീനു ഒരു കല്യാണം കഴിച്ചു എന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇത്ര വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? കാണിച്ച് പോക്കൃത്തരമാണ്. ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായും ഷെയർ ചെയ്യുക. വ്യാജ വാർത്തയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. നീനു MSW പഠനത്തിന് ശേഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറും വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് റീച്ച് നേടാൻ വേണ്ടി കുറേയധികം സാമൂഹിക ദ്രോഹികൾ ഇറങ്ങിയിരിക്കുന്നു. ഇവരെ സൂക്ഷിക്കുക. ആ പെൺകുട്ടി സ്വസ്ഥമായി ജീവിക്കട്ടെ. ആ കെവിൻ്റെ പിതാവും മാതാവും ഒക്കെ സ്വസ്ഥമായി ജീവിക്കട്ടെ. അവരെ വെറുതെ വിടുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ജനങ്ങൾ അറിയട്ടെ.